മഹാലക്ഷ്മി സീരിയലിൻ്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ഉണ്ണി കരുണയെ കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കരുണയെ കാണാൻ മാത്രമല്ല വിളിച്ചും കൊണ്ടുപോകണം എന്ന് പറഞ്ഞിട്ടാണ് വന്നിരിക്കുന്നത്. പക്ഷേ കരുണയ്ക്ക് കുഞ്ഞു പോയത് കൊണ്ടൊന്നും യാതൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. കൂടുതൽ അഹങ്കാരം കൂടിയിട്ടേ ഉള്ളൂ. കരുണ ഉണ്ണിയോട് പറയുകയാണ്, എന്നെന്നെയാണെങ്കിലും ശരി, എനിക്കിനി ഒരു വിഷയവുമില്ല. കാരണം അവളുടെ താലി ഇല്ലാതാകണം. അവൾക്ക് കണ്ണേട്ടൻ ഇല്ലാതായി കഴിഞ്ഞാൽ അവൾ പഴയ പോലെ ആവും. അവൾ എൻ്റെ അടിമയാകണം. അതാണ് എൻ്റെ ആഗ്രഹം. കാരണം എൻ്റെ ഉണ്ണിയേട്ടന് പോലും ജോലിയും കൂടിയില്ല. അവളുടെ മുൻപിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥയാണ്. എന്നെന്നെയാണെങ്കിലും ഇങ്ങനെ എനിക്ക് അങ്ങനെ വരാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് അവളുടെ അഹങ്കാരവും അഹമ്മതിയും കാണാൻ എനിക്ക് വയ്യ. അതുകൊണ്ടാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. അതേസമയം പ്രതാപനും മുത്തശ്ശിയും എല്ലാം പറയുന്നുണ്ട്, അവളുടെ ആ അയ്യപ്പ വിഗ്രഹം അത് മാറ്റണം മോളെ, അത് മാറ്റിയെങ്കിൽ മാത്രമേ രക്ഷയുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, ആ അയ്യപ്പ വിഗ്രഹം പുറത്തൊരു പൂജാ റൂം പോലെ കയറ്റി മാലയിട്ടതിന് ശേഷം വെച്ചിട്ടുണ്ട്. അവിടേക്ക് ഏടത്തി അമ്മ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്, ഏടത്തി അവിടെ വെച്ചിട്ടുണ്ട് എന്നിങ്ങനെ പറയണം. അതപ്പോൾ സൗകര്യമായല്ലോ, അത് മാറ്റിയെങ്കിൽ മാത്രമേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്ന് പറയും. നിങ്ങൾക്കൊക്കെ പേടിയല്ലേ? അമ്മ ഒരിക്കൽ മാറ്റാൻ നോക്കിയിട്ട് നിനക്കറിയില്ല അമ്മയ്ക്ക് സംഭവിച്ചത്. അമ്മ ഇടിമുഴക്കോ എന്തൊക്കെയോ കേട്ടു എന്ന് പറഞ്ഞില്ല. അതൊക്കെ അമ്മയുടെ വെറും അന്ധവിശ്വാസമാണ് എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ. എനിക്ക് പക്ഷേ യാതൊരു പേടിയില്ല. അത് എങ്ങനെ നശിപ്പിക്കും, എന്ത് ചെയ്യണം എന്നുള്ളതിൽ മാത്രമേ എനിക്ക് പ്രശ്നങ്ങളുള്ളൂ എന്നിങ്ങനെ പറയണം. എന്തായാലും ശരി, നീ അങ്ങോട്ടേക്ക് വായോ, അമ്മ നിന്നെ വിളിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചതാണ് എന്നിങ്ങനെ പറയണം കേട്ടോ. പിന്നീട് പ്രതാപനും എല്ലാവരും പറയുന്നുണ്ട്, മോളെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇനി എനിക്കൊന്നും പേടിക്കാനില്ല. അവളുടെ നാശം അത് കാണണം എനിക്ക്, അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം എന്നിങ്ങനെ കരുണ പറയുന്നു കേട്ടോ. പിന്നീട് അതിനുശേഷം കരുണയും ഉണ്ണിയും കൂടി ഇതേ കണക്കാക്കിയിരിക്കുകയാണ്. ഉണ്ണി പോയിട്ട് ആ വിഗ്രഹം എടുക്കുകയാണ് കേട്ടോ. ആ വിഗ്രഹം എടുത്തു കൊണ്ടുവരികയാണ്. കരുണയും അതിന് സപ്പോർട്ട് നിൽക്കണ്ടേ. ഇനി അത് എന്ത് ചെയ്യണം, പുഴയിൽ ഒഴുക്കിയാലോ വേറെ എവിടെ കൊണ്ടുവച്ചാലോ അവളുടെ കയ്യിൽ അത് എത്തും. അത് പാടില്ല, അത് മാറ്റി തന്നെ ചെയ്യണം. എന്ത് ചെയ്യണം എന്ന് അവരിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതേസമയം മഹാലക്ഷ്മി രണ്ടു നേരം പോയിട്ട് അവിടെ തൊഴുത് പ്രാർത്ഥിക്കുന്നതാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ആ വിഗ്രഹം കാണാതാവും. മഹാലക്ഷ്മിക്ക് ആകെ ഒരുപാട് സങ്കടം വരികയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് തൻ്റെ കൂടെയുള്ളതാണ്, അത് ആരെ എടുത്തിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് മഹാലക്ഷ്മി വന്ന് വീട്ടിലുള്ളവരോടൊക്കെ ചോദ്യം ചെയ്യണം കേട്ടോ. അതെന്തായാലും സ്വർണ്ണമല്ല, അതെന്തായാലും ആരോ ഇവിടെ നിന്നുള്ളവർ എടുത്തിരിക്കുകയാണ്. അതെനിക്ക് എടുത്തവർക്കുള്ള ശിക്ഷ അത് ഉറപ്പായിട്ടും കിട്ടുമെന്നിങ്ങനെ മഹാലക്ഷ്മി പറയുന്നു കേട്ടോ. ഉണ്ണി അത് എവിടെ കൊണ്ടുപോയി കളയണം എന്നുള്ളത് ആലോചിച്ച് കൊണ്ട് നിൽക്കുകയാണ്. ഉണ്ണിക്ക് അടുത്ത പണി വരുന്നുണ്ട്. കണ്ണൻ വീൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ ഉണ്ണി ആ വീൽ ചെയറിൽ ഇരിക്കാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടക്കുകയാണ്.